സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധയിടങ്ങളിലായിരുന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ നല്ല കർത്താവ് ഇന്ന് ഈ ഹാളിനകത്ത് കൂട്ടി വരുത്തിയെങ്കിൽ ഇന്ന് നമ്മുടെ അപ്പനെ ചിലത് ഇന്ന് ഇതിനകത്ത് ചെയ്യുവാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ അപ്പന് എന്നോട് ചിലത് സംസാരിക്കുവാനുണ്ട്. ഇന്ന് എൻ്റെ അപ്പന് എന്നോട് ചിലത് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ, ഈ ഹാളിനകത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ആ സാന്നിധ്യം തിരിച്ചറിയുന്നവർ സ്തുതിച്ചാട്ടെ. നമ്മുടെ നല്ല കർത്താവിനെ കരങ്ങളെ അടിച്ച് നന്ദിയോടെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു വിശുദ്ധ സഭാരാധനയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് ഈ ഹാളിനകത്ത് കടന്നു വന്ന് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലായിരിക്കുന്നു. ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27-ാം വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നു നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. നമുക്ക് കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ നിലവിളി എൻ്റെ അപ്പൻ കേൾക്കണമേ. ഇന്ന് ഞങ്ങൾ ഇതിനകത്തായിരിക്കുന്നത്, ആമേൻ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തു എന്ന് പറയുവാൻ തക്കവണ്ണം, എന്നെ യേശു സന്ദർശിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ആ വാക്ക്, എൻ്റെ യേശുവിൻ്റെ ശബ്ദം ഞാനിന്ന് കേട്ടു. ആ സ്വരമാധുര്യം ഞാനിന്ന് കേട്ടു. മറ്റുള്ളവർ പറയുന്നതിൽ നിന്നും ഒരു ആശ്വാസമല്ല, എൻ്റെ അപ്പൻ തരുന്നൊരാശ്വാസം ഞാൻ അനുഭവിച്ച് അറിഞ്ഞു എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസത്തെ എൻ്റെ അപ്പൻ അനുഗ്രഹിക്കുമാറണമേ. ഞാനിന്ന് ഈ ഹാളിനകത്തേക്ക് കടന്നു വന്നപ്പോൾ, ഞാനിന്ന് ഈ മീറ്റിങ്ങിനകത്തേക്ക് കടന്നു വന്നതിൽ, ആമേൻ കർത്താവേ, എന്നോട് ആ ആത്മാവ് സംസാരിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ പ്രിയജനത്തെ അടിയൻ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ആമേൻ യേശുവേ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27-ാം വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നു നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. ഹല്ലേലൂയ. 2 കുരുടന്മാർ. ഹല്ലേലൂയ. എടുത്തു പറയേണ്ട ഒരു വാക്യം. നമ്മൾ കുരുടന്മാർ എന്ന് കേൾക്കുമ്പോൾ മുൻപൽ കേട്ടിട്ടുള്ളതല്ല. 2 കുരുടന്മാർ മത്തായിയുടെ സുവിശേഷം മാത്രം പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ. 2 കുരുടന്മാർ പിന്തുടർന്നു എന്നാ പറയുന്നത്. യേശുവിനെ പിന്തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ കണ്ണ് കാണാത്തവർ എങ്ങനെ പിന്തുടർന്ന് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. എങ്ങനെ യേശുവിൻ്റെ സ്തുതി കേട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിഞ്ഞേ, നമ്മൾ അതിന് മുൻപിലോട്ടുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് ധ്യാനിച്ചപ്പോൾ നിങ്ങൾ കേട്ടതാണ്. ഹല്ലേലൂയ. ന്യായാധിപൻ്റെ ബാലന് സൗഖ്യം കൊടുത്തത്. ഹല്ലേലൂയ. അതെ, ആ ശ്രുതി ആ ദേശത്തെങ്ങും പകർന്നിരുന്നു. ഹല്ലേലൂയ. ആ ശ്രുതി ആ ദേശത്തെങ്ങും കേട്ടിരുന്നു. എവരും അത് കേട്ടിട്ടുണ്ടാവാം. അതെ, അവിടെ അത്ഭുതം ചെയ്തവന്, അവിടെ വിടുതൽ കൊടുത്തവന് എൻ്റെ ഈ അസ്വസ്ഥതയും എൻ്റെ ഈ രോഗത്തെയും മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാ അവർ കഷ്ടപ്പെട്ടിട്ടായാലും ആ യേശുവിന് പുറകെ പോയത്. ഹല്ലേലൂയ. പിന്തുടർന്ന് പോകുക. ഹല്ലേലൂയ. യാസറിൻ്റെ മകളെ ഉയർപ്പിച്ചെങ്കിൽ, യാസറിൻ്റെ മകളെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു കൊണ്ടുവന്നുവെങ്കിൽ, എൻ്റെ കണ്ണിന്, എൻ്റെ അപ്പന്, ഈ യേശുവിന് എൻ്റെ കണ്ണിന് കാഴ്ച നൽകുവാൻ സാധിക്കും. ഇതായിരുന്നു അവൻ്റെ വിശ്വാസം. 2 പേരും ഉറച്ച വിശ്വാസത്തോടെ കരം കോർത്ത് ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കരം വിട്ടല്ല, കരം കോർത്ത് 2 പേർ ഒരേ വിശ്വാസത്തോടെ പിന്തുടർന്ന് പോയപ്പോൾ, ഹല്ലേലൂയ, അതാ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതേ വിശ്വാസത്തോടെ നിങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ
നിങ്ങളിലും ഇന്നൊരു അത്ഭുതം സംഭവിക്കും. നിങ്ങളിലും ചിലത് നീങ്ങിപ്പോവ്. നിങ്ങളുടെ മേൽ കാണാൻ പാടില്ല, കാണാതിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ, നിങ്ങളുടെ ഈ കണ്ണുകൊണ്ട്, ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാതെ നിങ്ങളെ പിന്തുടരുന്ന അശുദ്ധാത്മാവിന്റെ ശക്തികൾ എന്ന് നിന്നെ വിട്ട് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ വിശ്വസിച്ച് ഒരേ മനസ്സോടെ ഇന്ന് ഇതിനകത്തായിരിക്കുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ അപ്പൻ നിന്നോട് ചിലത് സംസാരിക്കും. ചിലത് നീ ഇതുവരെ കാണാത്തത് നീ ഇന്ന് കാണും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഈ വർത്തമാനം ആ ദേശത്തെങ്ങും പരന്നു. ഹല്ലേലൂയ. തൊട്ട് മുൻപിൽ പറയുക, ഈ വർത്തമാനം, അതെ, ആ അത്ഭുതം, ഹല്ലേലൂയ, ആ വിടുതൽ ആ ദേശത്തെങ്ങും പകർന്നു. ഹല്ലേലൂയ. നമ്മളും അങ്ങനെയൊക്കെയല്ലേ? എവിടെയെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആ ദേശം മൊത്തം അറിയും. ഇങ്ങനെ ഒരു സഭയുണ്ട്, ഇങ്ങനെ ഒരു വിടുതൽ അവിടെ നടന്നിട്ടുണ്ട്, ഞാനും ഇന്ന് അവിടെ ചെന്നാൽ എനിക്കും വിടുതലുണ്ടാവും. അങ്ങനെ വിശ്വസിച്ച് ഒത്തിരി ഇടങ്ങളിൽ ഓടിയവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. ആ വിശ്വാസം, ഉറച്ച വിശ്വാസത്തോടെ ഇറങ്ങിയെങ്കിൽ ഇന്ന് നിനക്കൊരു, ഹല്ലേലൂയ, ഒരു സാക്ഷ്യമായി ഇന്ന് ഇതിനകത്ത് നിന്ന് മടങ്ങുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഒരു സാക്ഷ്യമായി. ഹല്ലേലൂയ. അതാ അവർ വിളിക്കുന്നു, ദാവീദ് പുത്രാ. നമ്മളെല്ലാം ചിന്തിക്കുന്ന വാക്യമാ. ഈ കാണുന്നവർ എല്ലാം വിളിക്കും, ദാവീദ് പുത്രാ, മിശിഹായേ. ഇന്ന് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നിങ്ങളും ഇതിനകത്ത് നിലവിളിയോടുകൂടെ ആയിരിക്കുക. എൻ്റെ പ്രിയ കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കണമേ, ഇന്ന് എന്നോട് ഇടപെടണമേ. അങ്ങനെ ആയിരിക്കുന്നവർ അപ്പനെ സ്തുതിച്ചാട്ടെ. ഇന്ന് എന്നോട് ഇടപെടണമെന്നുള്ളവർ, ഇന്ന് എന്നോട് സംസാരിക്കണമെന്നുള്ളവർ. ഹല്ലേലൂയ. യേശുവിനെ പല പേരുകളിൽ ഈ മത്തായിയും മാർക്കോസും യോഹന്നാനും എല്ലാം പറഞ്ഞിരിക്കുക. ദാവീദ് പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്നീ പേരുകളിൽ നമ്മുടെ യേശുവിനെ അറിയപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്സുള്ളവൻ, ദൈവത്വമുള്ളവൻ, ദൈവപുത്രൻ. മനുഷ്യത്വമുള്ളവൻ, മനുഷ്യപുത്രൻ. അവൻ്റെ മനുഷ്യത്വം നമ്മൾ കണ്ടതാ, നമ്മൾ കേട്ടറിഞ്ഞതാ. ഹല്ലേലൂയ. മിശിഹയായിട്ടുള്ളവനെ ദാവീദ് പുത്രാ എന്ന് വിളിച്ചിരുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ അവരങ്ങനെ വിളിക്കുവാൻ കാരണം യെശയ്യാവ് പ്രവാചകൻ മുഖാന്തരം അവർ കേട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാകാം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരുന്നു, ഹല്ലേലൂയ, 35:5 ഇങ്ങനെ പറയുന്നു, അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെവിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇതവർ കേട്ടിട്ടുണ്ട്, ഇതവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ പ്രവാചകൻ മുഖാന്തരം ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവപുത്രൻ, ദാവീദ് പുത്രൻ ഈ ഭൂമിയിൽ വരുമ്പോൾ, ഹല്ലേലൂയ, അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറക്കും, ചെകിടന്മാരുടെ ചെവി കേൾക്കും. ഹല്ലേലൂയ. തുടർന്ന് വായിക്കുമ്പോൾ 29:18 ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങിക്കാണുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ, ഇതൊക്കെ കേട്ട് തന്നെ അവർ പിന്തുടർന്നേ, ഇതൊക്കെ വിശ്വസിച്ച് തന്നെ അവർ പിന്തുടർന്നേ. ഹല്ലേലൂയ. ചെകിടൻ്റെ ചെവി, ഹല്ലേലൂയ, കേൾക്കും, കുരുടൻ്റെ കണ്ണ് കാണും. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. ഇത് കേട്ട് തന്നെയാ യേശു വീട്ടിലേക്ക് കടന്നെത്തിയപ്പോൾ, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അവൻ്റെ അടുക്കൽ വരിക. അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു, പത്രോസിൻ്റെ ഭവനമായിരിക്കാം വീടെന്ന് പറയുന്നേ. ആ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ, സ്വന്തം വീട് പോലെ കടന്നു ചെന്നിരിക്കുമ്പോൾ ഇവർ പുറകെ വരിക, ചെന്ന് വിളിക്കുക, ദാവീദ് പുത്രാ, ദാവീദ് പുത്രാ, എന്നോട്, ഹല്ലേലൂയ, കരുണയുണ്ടാകണമേ, എന്നോട് ഇന്ന് കരുണയുണ്ടാകണമേ, ഇത് ചെയ്യുവാൻ നിനക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിക്കുന്നു. ഹല്ലേലൂയ. അവർ ചോദിച്ച ചോദ്യം വിളിച്ചുകൊണ്ട് പുറകെ പോയപ്പോൾ, ഹല്ലേലൂയ, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതാ, നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് യേശു വീണ്ടും എടുത്ത് ചോദിക്കുവാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം വേണ്ടി പറയുന്നു, യാചിപ്പിനെന്നാൽ നിങ്ങൾ കിട്ടും,
മുട്ടുവിനെന്നാൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനോ തുറന്നു കൊടുക്കുന്ന ദൈവമാ. യാചിക്കുന്നവന് ലഭിക്കുകയും മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്ന ദൈവമാണെന്ന് അവൻ വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചത് കൊണ്ട് തന്നെയാ പുറകെ പോയത്. പുറകെ ചെന്ന് ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന നിലവിളിയോടെ ഇതിനകത്ത് ആയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദാവീദ് പുത്ര, എൻ്റെ യേശുവേ, എന്നോടെന്ന് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, യേശു ചോദിക്കുക, ഇത് ചെയ്യുവാൻ കഴിയുമോ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 9:23 പറയുന്നുണ്ട്, ഒരു പിതാവ് ഭൂതഗ്രസ്തനായ മകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക, നിന്നാൽ വല്ലതും ചെയ്യുവാൻ കഴിയുമെങ്കിൽ. ഹല്ലേലൂയ. ഇതവിടെ ചോദിച്ചു, നിന്നാൽ, യേശുവേ, നിനക്ക് വല്ലതും ചെയ്യുവാൻ കഴിയുമെങ്കിൽ. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ചോദ്യവും. പലയിടത്തും പോയി ഇരിക്കുമ്പോൾ നിന്നാൽ. ഹല്ലേലൂയ. ഇന്ന് പ്രിയ കർത്തൃദാസനിലൂടെ എന്നിലുള്ള രോഗത്തെ നീക്കുവാൻ കഴിയുമെങ്കിൽ. ഹല്ലേലൂയ. ഇതാ ചോദ്യം, കഴിയുമെങ്കിൽ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാ, യേശുവിന് കഴിയുമെങ്കിൽ. അതാ യേശു തിരിച്ചു ചോദിച്ചേ, നിന്നാൽ കഴിയുമെങ്കിൽ എന്നാണോ നീ ചോദിക്കുന്നേ? ഹല്ലേലൂയ. പലതും കേട്ട് വന്നവനാ, പലതും കേട്ടറിഞ്ഞ് വന്നവനാ, അത്ഭുതങ്ങൾ അറിഞ്ഞവനാ, കണ്ട സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കേട്ടവനാ. എന്നാണോ ചോദിക്കുന്നേ? എങ്കിലെന്നാണോ? ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്നതിനെ നീക്കിക്കളാ. യേശു പറയുന്നു, എങ്കിലെന്നോ അല്ല, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന്. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ ഇന്നിതിനകത്തായിരിക്കുന്നെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന സകലത്തിനെയും തുടച്ചു മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഇതിനകത്ത് ഇന്ന് യേശു വന്നിട്ടുണ്ട്. ചിലതിനെയൊക്കെ തോടിച്ചു വിടുവാൻ തക്കവണ്ണം, നിന്നെ ബാധിച്ച് നിന്നെ പിന്തുടരുന്ന ചിലതിനെയൊക്കെ ഓടിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അലറി ഓടുമെന്നാ പറയുന്നേ. ഹല്ലേലൂയ. യേശുവിന്റെ മുൻപിൽ വരുമ്പോൾ ഭൂതങ്ങൾ അലറി നിലവിളിച്ചോടുമെന്നാ പറയുന്നേ. ഹല്ലേലൂയ. ഓടിയത് കണ്ടവരും കേട്ടവരുമാ ചോദിച്ചേ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചോ? ഉറച്ച വിശ്വാസത്തോടെ ആയിരുന്നോ? ഇത് നിന്നോട് തന്നെയാ സംസാരിക്കുന്നേ. ഹല്ലേലൂയ. യേശുവിനെ അവരെ സുഖമാക്കുവാൻ കഴിയുമെന്ന വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ ചോദ്യം മുൻപിൽ കിടക്കുകയാ. നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെയാണോ നിങ്ങൾ വന്നത്? ഹല്ലേലൂയ. നിങ്ങളിന്ന് ഉറച്ച വിശ്വാസത്തോടെയാണോ ഇന്നിതിനകത്തായിരിക്കുന്നേ? ഉറച്ച വിശ്വാസത്തോടെയാണോ ഇന്നിതിനകത്തായിരിക്കുന്നേ? പരിശുദ്ധാത്മാവ് നിങ്ങളോടായി ചോദിക്കുക, ഉറച്ച വിശ്വാസത്തോടെ. ഉറച്ച വിശ്വാസത്തോടെ. ചെറിയ വിശ്വാസം പോരാ, കുറഞ്ഞ വിശ്വാസമല്ല, നീ വിട്ടുകൊടുത്തുള്ള വിശ്വാസമാ. ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നു. നീ നാവ് കൊണ്ട് മാത്രം ഏറ്റു പറഞ്ഞാൽ പോരാ, നിന്റെ ഹൃദയം കൊണ്ട് ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞോ, ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നു, എൻ്റെ യേശുവിലൂടെ സകലവും സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാർക്കോസ് 11:22 പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് ചില അത്ഭുതങ്ങളും ചില അലർച്ചകളും ഇതിനകത്ത് കേൾക്കും. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ടായിരിക്കുന്നെങ്കിൽ, ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് വിശ്വാസം. ഹല്ലേലൂയ. യാചിക്കുന്നത്
യാചിക്കുന്നത് ലഭിക്കുമെന്നുള്ള വിശ്വാസം. ഈ വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ മുൻപിലുള്ള ദുർഘടങ്ങളും നിന്റെ മുൻപിലുള്ള മലകളും നീ നീങ്ങിപ്പോയെന്ന് പറയുമ്പോൾ അത് നിന്നെ വിട്ട് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഓ അക്ഷാര, ഇതാ വിശ്വാസം എന്ന് പറയുന്നേ. വിശ്വാസത്തെക്കുറിച്ച് മർക്കോസ് വളരെ വ്യക്തമായി വചനങ്ങളിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നീ വിശ്വാസിക്കുക, നീ വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ. ഹല്ലേലൂയ. നിന്റെ മേലൊരു രോഗം വ്യാപരിക്കുന്നു, നീ വിശ്വാസത്തോടെ പറഞ്ഞു നോക്കിയേ, ഇന്ന് എൻ്റെ യേശു എന്നോട് പ്രവർത്തിക്കും. നീ കഷ്ടതയിലായിരിക്കുന്നു, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ഇന്ന് എൻ്റെ അപ്പൻ ഈ കഷ്ടത മാറ്റും. ഹല്ലേലൂയ. ഇതാണ് ഉറച്ച വിശ്വാസം. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ യേശുവിന് എന്നോട് അത്ഭുതം ചെയ്യും, അങ്ങനെയല്ല. ഉറച്ച് വിശ്വസിക്കണം. വചനം കേട്ടല്ല, നിന്റെ ഉള്ളിലെ വിശ്വാസമാണ് യേശു കാണുന്നത്, നിന്റെ ഹൃദയത്തിലെ വിശ്വാസമാണ് യേശു കാണുന്നത്. നീ പുറമെ പറയുന്നതല്ല, നിന്റെ ഹൃദയത്തിനകത്തുള്ള ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയും യേശു അധികം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായർ 11:6 പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ. ഹല്ലേലൂയ. വിശ്വാസത്തെക്കുറിച്ച് എബ്രായറും പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ സകലവും കൊടുക്കുന്നവൻ എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ. ഹല്ലേലൂയ. യോഹന്നാനും പറയുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, ഹല്ലേലൂയ, അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവൻ്റെ ഇഷ്ടപ്രകാരം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്, ഞാൻ ഇന്ന് എൻ്റെ യേശുവിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇന്നിവിടെ ആയിരിക്കുന്നേ? എൻ്റെ യേശു നയിച്ചിട്ടാണോ ഞാനിന്നിവിടെ ആയിരിക്കുന്നേ? നിങ്ങളുടെ മുൻപിൽ നടക്കുന്ന യേശുവിന് നിങ്ങൾ കാണുന്നുണ്ടോ? നിൻ്റെ മുൻപിൽ ഒരു യേശു നടക്കുന്നുണ്ട്, നിനക്ക് വഴികാട്ടിയായി. നീ ഒരു കാലും തട്ടി വീഴാതെ, നീ എവിടെയും തട്ടി വീഴാതെ നിന്നെ കാക്കുന്നവൻ, നിന്നെ വഴി കാട്ടുന്നവൻ നിന്റെ മുൻപിൽ നടക്കുന്നുണ്ട്. നീ ആ യേശുവിനെ കാണുന്നുണ്ടോ? നിന്റെ മുൻപേ നടക്കുന്ന സ്നേഹമുള്ള, മുൻപേ പോയി ആദ്യം കാണുന്ന കല്ലിലും ചവിട്ടി, ആദ്യം കാണുന്ന മുള്ളിലും ചവിട്ടി, ആ മുള്ളെടുത്ത് കളഞ്ഞ് നിന്നെ സംരക്ഷിക്കുന്ന യേശു. ഹല്ലേലൂയ. അതെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മുൻപേ നടക്കുന്നവനാ ആദ്യം കല്ലിൽ ചവിട്ടുന്നേ, മുൻപേ നടക്കുന്നവനാ ആദ്യം മുള്ളുകൊള്ളുന്നേ. അതെ, ആ യേശു നിനക്ക് വേണ്ടി ആ കല്ലിൽ ചവിട്ടുവാനും ആ മുള്ളിൽ ചവിട്ടുവാനും നിന്റെ മുൻപേ നടക്കുകയാ. നീ ആ യേശുവിൻ്റെ പുറകെ ആ വഴിയെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതാ അവൻ്റെ ഇഷ്ടം. നമ്മൾ അവന് പുറകെ, തൻ്റെ മക്കൾ, നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ, അപ്പനും അമ്മയും തൻ്റെ മക്കളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അപ്പനും അമ്മയും എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളും നടക്കുന്നത്. നമ്മുടെ അപ്പനും അമ്മയും എന്താണോ ചെയ്യുന്നത്, എന്താണോ സംസാരിക്കുന്നത്, അത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും പറയുവാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ഇതായിരിക്കും നമ്മളും ചെയ്യേണ്ടത്. നമ്മുടെ യേശു, നമ്മുടെ അപ്പൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുപോലെ നടക്കുവാൻ, യേശുവിനെ പോലെ യേശുവിനൊപ്പം നടക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് കേട്ട് സംസാരിക്കുന്നത് പോലെ യേശുവിൻ്റെ വാക്ക് നമ്മൾ കേൾക്കണം. യേശു പറയുന്നത് നമ്മൾ കേൾക്കണം. യേശുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ ചെവി ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണ് കൊണ്ട് കാണുന്നത് എടുത്തു മാറ്റും. ഹല്ലേലൂയ. എന്തിനാ? വീഴാതിരിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ കാല് തട്ടി വീണ് അവരുടെ മുട്ടും കൈയുമെന്ന് ഒരയാതെ മുഖമിടിക്കാതിരിക്കാൻ. അതെ, നിന്റെ യേശു പോകുന്ന വഴി നീ കാണണം. ഹല്ലേലൂയ. നീ ശ്രദ്ധയോടെ കാണണം. ചെവി മാത്രം തുറന്നാൽ പോരാ, നിന്റെ കണ്ണും നീ കാണണം. നിന്റെ യേശുവിനെ കാണണം. അതെ, നീ കാണും. നിനക്ക് മുൻപേ പോകുന്ന, നിന്നെ വഴികാട്ടിയായി, നിനക്ക് വഴി തെളിച്ച് നിന്റെ വഴിക്ക് മുൻപിൽ കൂടെ നടന്നു പോകുന്ന, നിനക്ക് മുൻപിലൂടെ നടന്നു പോകുന്ന ആ യേശുവിനെ കാണുന്നവർ ശക്തിയോടെ കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. ഓ ഊറബല ദീപൽ കടകരസി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതാ പറയുന്നു, നാം എന്തപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളോട് വന്ന് കിന്നരത്തോടെ സല്ലഭത്തോടെ വന്ന് സ്നേഹത്തോടെ വന്ന് ചോദിക്കും, മിഠായി മിഠായി എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ അപ്പനോട് ചോദിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കും, നമ്മളെന്താ ചെയ്യുന്നേ? എന്നാ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല എന്താണ് പറയുന്നേ? നീ പൈസ കൊണ്ടുവന്നിട്ടാണ് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്? ആ ചോദിക്കുന്ന സ്വരം കേൾക്കുമ്പോൾ, ആ സ്നേഹം കാണുമ്പോൾ, പൈസ ഉണ്ടോ ഇല്ലയോ എന്നല്ല, എവിടെയെങ്കിലും ഒരുക്കി വെച്ചിരിക്കുന്ന, എവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കുന്ന ആ ചില്ലറ പൈസയെങ്കിലും കൊണ്ടുപോയി നമ്മൾ ആ മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. എന്തിനാ? ആ കുഞ്ഞിൻ്റെ മുഖത്ത് വരുന്ന സന്തോഷം കാണാൻ. അപ്പോൾ നമ്മുടെ അപ്പൻ എത്രയധികം ചെയ്യും. ഹല്ലേലൂയ. ഇത് തന്നെ നമ്മുടെ അപ്പനും ആഗ്രഹിക്കുന്നേ. നിന്റെ മുഖത്തെ സന്തോഷമാ. നീ കരയുന്നത് കാണാൻ നമ്മുടെ അപ്പൻ ഇഷ്ടമല്ല. നിന്റെ കണ്ണുനീർ കണ്ട് മാറിയിരിക്കുന്നവനല്ല നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ചില നേരത്തേക്ക്, അല്പനേരത്തേക്ക് വചനം പറയുന്നു, ഞാൻ നിന്നെ മറന്നാലും നിന്നെ ഉപേക്ഷിക്കയില്ല. ഞൊടി നേരത്തേക്കാ മറക്കുന്നേ. അത് മറക്കുന്നത് നീ ചിലതിനെ കാണുവാനും ചിലതിനെ അറിയുവാനും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടുമ്പോൾ നമ്മൾ എന്തിനാ ഒരിടത്തിരിക്കുന്നത്? എന്നാൽ ഓടിയൊന്ന് വീഴട്ടെ എന്നാണോ? ചെറിയൊരു വീഴ്ച വീഴ്ഞ്ഞാലേ കുഞ്ഞുങ്ങൾ അടുത്ത് നടക്കുവാൻ പഠിക്കുകയുള്ളൂ. ഇഴഞ്ഞ് തന്നെയാ പിന്നെ പിടിച്ചെഴുന്നേൽക്കുന്നേ. നമ്മളെപ്പോഴും കരം കൊടുത്താണ് എണീപ്പിക്കുന്നേ? അല്ല. സ്വമേധയാ ജനലിലും കട്ടിലിലും പിടിച്ച കുഞ്ഞ് സ്വമേധയാ എഴുന്നേൽക്കണം. എഴുന്നേൽറ്റാൽ മാത്രമേ അവൻ്റെ കാലുറയ്ക്കുകയുള്ളൂ. ആ കാലുകൾ ഉറയ്ക്കുന്നതിന് വേണ്ടിയാ ഞൊടി നേരത്തേക്ക് ഈ കഷ്ടത കണ്ടിട്ടും കാണാത്തത് പോലെ ഇരിക്കണം. കാരണം നീ അമിത ബലം നേടണം. നീ എന്നിൽ നിന്നും അമിത ബലം നേടണം. ഈ നേടിയതൊന്നും പോരാ. ഈ നേടിയതൊന്നും പോരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, ഈ വിശ്വാസം അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആ പുറകെ പോകുമ്പോൾ എന്നെ കാണാതെ പോകുന്നവനല്ല എൻ്റെ അപ്പൻ. അതാ പറയുന്നു 29 പറയുന്നു, അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അതെ, ആ പുറകെ പോയവരാ, പുറകെ ചെന്ന് നിന്നവരാ. നീ വിശ്വസിക്കുന്നെന്ന് ചോദിച്ചവൻ്റെ കണ്ണ് തുറക്കുക, കണ്ണിൽ തൊടുക. തൊട്ടതുപോലുള്ളൂ, തൊട്ട് ചോദിക്കുക. തൊട്ടപ്പോൾ തുറന്നു എന്നല്ല പറയുന്നേ, തൊട്ടിട്ട് പറയുക നിന്റെ വിശ്വാസം. അവിടെ ഒരു വിശ്വാസത്തിന് ചെറിയൊരു കുറവുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ കണ്ണ് തുറക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആ വിശ്വാസം അവരുടെ ഉറച്ച വിശ്വാസമാണ്. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. എനിക്ക് എൻ്റെ യേശുവിനെ നോക്കി കാണണം. ഹല്ലേലൂയ. ഇന്നങ്ങനെ ആയിരിക്കുന്നവർ, ഇന്നങ്ങനെ ഇതിനകത്തായിരിക്കുന്നവർ ഇന്ന് യേശുവിനെ കണ്ടിട്ടേ മടങ്ങുകയുള്ളൂ. അതെ, ആ കണ്ണ് തൊട്ടും കൊണ്ട്, ആ കണ്ണിന്മേൽ കൈവച്ചുകൊണ്ട്. ഹല്ലേലൂയ. ആരുടെ കണ്ണ് തൊട്ടു എന്ന് പറയുന്നില്ല, ഒരു പക്ഷേ 2 പേരുടെയും കണ്ണ് ഒരുമിച്ച് തൊട്ടിട്ടുണ്ടാകാം. ഹല്ലേലൂയ. അതെ, ആ കണ്ണിൽ തൊട്ടുകൊണ്ട് പറയുക, നിന്റെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെയാ ആ കണ്ണ് അവിടെ തുറന്നത്. ഹല്ലേലൂയ. എന്നിട്ട് യേശു അവർക്കൊരു താക്കീതും കൂടെ കൊടുക്കുക. ഹല്ലേലൂയ. പിന്നെ യേശു അവരോട് പറയുന്നു, നോക്കുവിൻ, ഇത് ആരും അറിയരുത് എന്ന് അമർച്ചയെന്ന് പറയുമ്പോൾ ഉറച്ച സ്വരത്തോടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഉറപ്പിച്ച് പറയുക, നിങ്ങളിത് ആരോടും പറയരുത്. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ അങ്ങനെയാ. ചിലത് നിന്റെ രഹസ്യത്തിലാ കർത്താവ് തരുന്നേ. രഹസ്യത്തിൽ തരുന്നവനാ. നിന്റെ ഉറക്കത്തിൽ നീ സംസാരിക്കുമ്പോൾ, നീ ഉറങ്ങുന്നതിന് മുന്നേ നീ നിന്നെ തന്നെ ശോധന ചെയ്ത് നിന്റെ കിടക്കമേലിരുന്ന് നീ നിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നീ ആ മുട്ടുമേൽ നിന്ന് നീ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നീ കരഞ്ഞ് സംസാരിക്കുമ്പോൾ, നിന്റെ ഉറക്കത്തിൽ നിന്നെ തൊട്ട് നിന്റെ രഹസ്യത്തിൽ നിന്റെ രഹസ്യത്തിൽ നിനക്ക് തരുന്നവനാ. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ രഹസ്യത്തിൽ ഉളവായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ജോലി, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ രഹസ്യത്തിലാ. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? നമ്മുടെ കഴിവ് കൊണ്ടാണോ? അല്ല.
നമ്മുടെ അപ്പനോട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമ്മുടെ അപ്പനോട് നമ്മൾ മുട്ടുമേൽ നിൽക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നിന്റെ രഹസ്യത്തിൽ തരുന്നതാ. ഹല്ലേലൂയ. അതാ ചിലത് നിന്റെ രഹസ്യത്തിൽ നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഇന്നലെ വരെ ഇരുന്ന് കരഞ്ഞതിന്, ഇന്നലെ വരെ നീ നിന്റെ കിടക്കമേലിരുന്ന് കരഞ്ഞതിന് രഹസ്യത്തിൽ നിന്റെ അപ്പൻ മറുപടി തരുവാൻ പോകുകയാ. അതെ, ചിലത് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ അപ്പൻ പറഞ്ഞത്, അമർച്ചയോടെ പറഞ്ഞത്, അമർച്ചയായി കൽപ്പിച്ചു പറഞ്ഞത്, ഇത് ആരോടും പോയി പറയരുത്. ഹല്ലേലൂയ. പക്ഷേ അവർ അതെല്ലാം ദേശത്തൊക്കെയും പുറപ്പെട്ട് പറഞ്ഞു. കാരണം അവരിൽ കിട്ടിയ അത്ഭുതം അവർക്കത് പറയുവാതിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കാരണം അതാ അവരുടെ കണ്ണ് തുറന്നു. അവർ കാണുന്നുണ്ട്. അവർ ഇന്ന് വരെ കാണാത്തതിനെ, ഇന്ന് വരെ അനുഭവിക്കാത്തവനെ അവർ നോക്കി കാണുന്നു. അവർ അവരുടെ യേശുവിനെ കണ്ടു. അതവർ വിളിച്ചു പറയുക, എന്നെ എൻ്റെ യേശു എൻ്റെ കണ്ണിൽ തൊട്ടു. ഞാൻ നേരിട്ട് കണ്ടു. എൻ്റെ അപ്പൻ എൻ്റെ കണ്ണിൽ തൊട്ടപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു. എൻ്റെ കണ്ണ് തുറന്നു. എൻ്റെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നോ എന്ന് എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു. അതേ, ആ ദാവീദ് പുത്രൻ, അതേ ദാവീദ് പുത്രൻ. ഹല്ലേലൂയ. അതെ, ആ ദാവീദ് പുത്രനെ ഞാൻ കണ്ടു. അവരുടെ ഉൾക്കാംക്ഷ കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ആരോടും. കാരണം ഇത് അവർക്ക് പറ്റാത്തത് പലരും ഉപേക്ഷിച്ചതാ. അവർ ഒരു പക്ഷെ പലരിടത്ത് പോയി മുട്ടിയിട്ടുണ്ടാവാം, പല വൈദ്യന്മാരെയും കണ്ടിട്ടുണ്ടാവാം, പലയിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് അതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം കഷ്ടത്തിൽ കിടക്കുന്നവന് കിട്ടുമ്പോൾ അത് ഉച്ചത്തിൽ വിളിച്ച് പറയുക തന്നെ ചെയ്യും. കഷ്ടതയിൽ നിന്ന് ലഭിക്കുന്നവൻ ഉച്ചത്തിൽ, അതാ സാക്ഷ്യം എന്ന് പറയുന്നത്, ഉച്ചത്തിൽ വിളിച്ച് പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രഹസ്യത്തിൽ തരുന്നതും നിനക്ക് വിളിച്ച് പറയേണ്ടി വരും. ഹല്ലേലൂയ. നിന്റെ രഹസ്യത്തിൽ തരുന്നതും ഹാറബലഭൗഷസ്തി. നീ ഇന്ന് ഇതിനകത്തായിരിക്കുമ്പോൾ നീ നിന്റെ രഹസ്യത്തിൽ നിന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കുന്ന മറുപടി ഇന്ന് ലഭിക്കും. ഹാറബലഭൗഡ ദീപൽ കടകരസ്യാരന്തേ ബൗഡക്ഷാര. അതെ, ദൈവം നമുക്ക് തരുന്ന നന്മകൾ, ഹല്ലേലൂയ, ദൈവമഹത്വത്തിന് തന്നെ കാരണമായി തീരുക. ഹല്ലേലൂയ. നമുക്ക് ഓരോ നന്മകൾ നമ്മൾ അപ്പൻ തരുന്നത് ആ അപ്പൻ്റെ നാമം ഉയർത്തുന്നതിന് വേണ്ടി തന്നെയാണ്. ഇന്ന് നമ്മൾ അനുഭവിച്ച കഷ്ടത എത്ര വലുതാണെന്ന് ഓർത്ത് നോക്കി. ഇന്നലെ വരെ നമ്മൾ ജീവിച്ച ജീവിതം, ഞാൻ തന്നെ പറയട്ടെ, ഞാൻ ജീവിച്ച ജീവിതം ഒന്നിനും കൊള്ളാത്ത വളരെ മോശകരമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ ജീവിച്ചു പോയെങ്കിൽ ഇന്ന് ആ ജീവിതത്തിൽ നിന്നും ഇന്ന് സുഖത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഞാൻ അതിനെ നോക്കി ഇപ്പോൾ പറയുക, അയ്യേ ഞാൻ അങ്ങനെയാണോ ജീവിച്ചേ? ഹല്ലേലൂയ. അയ്യേ ഞാൻ ഇവിടെയാണോ കൂട്ടുകൂടിയേ? ഹല്ലേലൂയ. അയ്യേ ഞാൻ ഇവരോടൊപ്പമാണോ കൂടിയത്? അതാ തിരിച്ചറിവ് തന്നുകൊണ്ടിരിക്കുന്ന അപ്പനാ. ചില നന്മകൾ കിട്ടുമ്പോൾ, ചിലർ തൊടുമ്പോൾ അപ്പൻ ഇതിനകത്ത് വന്നിട്ടുള്ളവർ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ ഒരു നിമിഷം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾക്കായി ഇന്ന് ഇതിനകത്ത് എൻ്റെ അപ്പൻ കടന്നു വന്നിട്ടുണ്ട്. ചിലരെ ആശ്വസിപ്പിക്കുന്നവനായി, ചില നന്മകൾ നിനക്ക് നൽകുന്നവനായി. ഹല്ലേലൂയ. രഹസ്യത്തിൽ നീ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ച്, നീ ഒറ്റയ്ക്കായിപ്പോയി, ഇനി എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ്, എനിക്കിതാരോട് പറയണമെന്നറിയാതെ ഒറ്റയ്ക്ക് ആ മുറിക്കകത്തിരുന്ന് വാവിട്ട് കരഞ്ഞു. ചുമ്മാ കരഞ്ഞില്ല, മുറിയടച്ച് നീ വാവിട്ട് കരഞ്ഞൊരു വിഷയം. നിലവിളിയോടെ നീ കരഞ്ഞൊരു വിഷയത്തിന് എൻ്റെ അപ്പൻ മറുപടി തരുവാൻ പോകുകയാണ്. നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥന, നീ രഹസ്യത്തിൽ ഒറ്റയ്ക്കിരുന്ന് വാതിലുകളെ കൊട്ടിയടച്ചിരുന്ന് കരഞ്ഞത്, അത് കണ്ട് കാണാതെ മറഞ്ഞിരുന്നവനല്ല. ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് നിന്റെ അപ്പൻ മറുപടി തരിക. ഇത് ഏറ്റെടുത്തോ. ഇത് നിന്നോട് തന്നെയാ സംസാരിക്കുന്നേ. ഇത് നിന്നോട് തന്നെയാ. നീ മുൻപോട്ടും പിൻപോട്ടും തിരിഞ്ഞു നോക്കണ്ട. ഇത് നിന്നോട് തന്നെയാ പ്രിയ മകളെ, ഇത് നിന്നോട് തന്നെയാ സംസാരിക്കുന്നേ. നീ വാവിട്ട് ഒത്തിരി കരഞ്ഞു, വാവിട്ട് ഒത്തിരി നിലവിളിച്ചു. ആരോടും പറയുവാൻ കഴിയാതെ, എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നറിയാതെ, നിന്റെ വിഷയം നിനക്ക് പറയുവാൻ കഴിയാതെ, ഉള്ളിൽ വലിയൊരു തേങ്ങലോടെ, ഹൃദയം പൊട്ടുന്ന വേദനയോടെ, നീറുന്ന ഹൃദയത്തോടെ നീ ഇതിനകത്തായിരിക്കുന്നു. ആരോടും പറയുവാൻ കഴിയാതെ,
അതാ നിന്റെ അടുക്കൽ ആ യേശു വന്നിട്ടുണ്ട്. നിന്റെ വലം കൈ പിടിച്ച് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് പറഞ്ഞ് പറയുന്ന നിന്റെ അപ്പൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഓ റക്താരബ ദീപൽ ബൗഷസ് ജൂഡബലബല ദീപല ബൗഡക്ഷാര. ഓ രക്തക്ഷാര ആ സാന്നിധ്യം തിരിച്ചറിയും. ഓ ശക്തി തിരിച്ചറിയുന്നവർ സ്തുതിച്ചാട്ടെ. എനിക്കായി അതിനകത്ത് കടന്നു വന്നവൻ, ഈ ഹാളിനകത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ, മേഘം ചാച്ച് ഇതിനകത്ത് ഇറങ്ങി വന്ന് എന്റെ കരം പിടിച്ചവൻ. ഓ നിന്നോടൊപ്പം ഇരുന്ന് പറയുന്നു, നിന്നെ ബലപ്പെടുത്തുക, നിന്നെ ശക്തിപ്പെടുത്തുക, അധികാരത്തോടെ പറയുക, നീ ഉറച്ച വിശ്വാസത്തോടെ നീ ഇരിക്കുക. നിന്റെ കണ്ണ് ചിലത് തുറന്ന് കാണുവാൻ പോവുകയാണ്. നിന്റെ ചെവി ചിലത് തുറന്ന് കേൾക്കുവാൻ പോവുകയാണ്. നിന്നെ ഇന്ന് വരെ നിന്നെ കുറ്റം പറഞ്ഞവർ, നിന്നെ കുറ്റം പറഞ്ഞവർ ഇന്ന് നീ നല്ലതെന്ന് പറയുന്നത് നിന്റെ ചെവി തുറന്ന് കേൾക്കാൻ പോവുകയാ. ആ പറയുന്നവരെ, നിന്നെ കുറ്റം പറഞ്ഞ് നിന്നെ പരിഹസിച്ചവരെ നീ ഇന്ന് കാണുവാൻ പോവുകയാ. ആ പറഞ്ഞവർ നിന്നെ കുറിച്ച് എത്രയോ നല്ലത്, ഇവൾ ദൈവപുത്രി, ഇവളോടൊപ്പം ദൈവമുണ്ട്, ഇവളെ ദൈവം അനുഗ്രഹിച്ചു, ഇവളെ പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്, ഇവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്ന് സ്വർഗത്തിൽ എന്ന് പറയുന്ന അതെ, ഇവള് പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ടെന്ന് അതാ പറയുക. കുറ്റം കൂടി നിന്ന് പരിഹസിച്ചവർ, കുറവ് പറഞ്ഞ് രസിച്ചവർ, നീ നിന്റെ കണ്ണ് തുറന്നത് കാണും, നീ നിന്റെ ചെവി തുറന്നത് കേൾക്കും. നിന്റെ ഹൃദയത്തിലെ ഇന്നലെയുള്ള വേദനകൾ നീ ആശ്വസിക്കാൻ പോവുക. യേശുവേ, എനിക്കായി ഞങ്ങൾക്കായി ഇന്ന് ഇതിനകത്ത് വന്നതിനായി സ്തോത്രം. ഞങ്ങളെ വലങ്കൈ പിടിച്ചതിനായി തോട്ടം, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടതിനായി സ്തോത്രം. ഒന്നും പറയുവാനില്ല കർത്താവേ, ഒരു പുകഴ്ചയും പറയുവാനില്ല. ഒത്തിരി കുറവുകൾ മാത്രമേ ഉള്ളൂ അപ്പാ, ഒത്തിരി കുറവുകൾ മാത്രമേ ഉള്ളൂ അപ്പാ. ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം നിൽക്കുവാൻ പോലും ഒരു യോഗ്യതയുമില്ല കർത്താവേ. ആ യോഗ്യതയില്ലാത്ത അപ്പം കർത്താവേ, ഞങ്ങൾ ഇന്ന് ഇതിനകത്ത് കൊണ്ടുവന്നതിനായി, ഞങ്ങൾ ഹൃദയങ്ങളെ തൊട്ടതിനായി സ്തുതിക്കുന്നു. ആമേൻ കർത്താവേ, ഈ വചനത്താൽ തന്നെ അവരെ പരീക്ഷിച്ചാട്ടെ. രക്തത്താലും വചനത്താലും പ്രിയജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.